ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് നമ്മുടെ ഒരു ചാനലിലേക്ക് ലോങ് വീഡിയോസ് ഒന്നും തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബ് വഴിയും അതുപോലെ ഷോർട്ട് വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. ഞാൻ 6 മന്തിലേക്കുള്ള ഒരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഡിപ്ലോമ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടും അതിൻ്റെ തിരക്ക് കൊണ്ടുമാണ് നമ്മുടെ ചാനലിലേക്ക് വീഡിയോസ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് വരുന്നത് ഹാൻഡ് എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ നമ്മുടെ ടൈലറിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുമാണ് വരുന്നത്. അത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്ന ഫ്രോക്ക് ആ ഒരു കോഴ്സിലേക്ക് വേണ്ടി തന്നെ ഞാൻ ചെയ്തതായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വേനൽക്കാലത്തൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സമ്മർ ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നമുക്ക് 1.5 മീറ്റർ ഫാബ്രിക്സ് ആണ് ആവശ്യമായിട്ടുള്ളത്. 7 വയസ്സായിട്ടുള്ള മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ മാർക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന മാതിരി തന്നെ നമ്മൾ ഈ ഒരു മെറ്റീരിയലിനെ 4 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് ഫോൾഡർ സൈഡാണ്. ആദ്യം നമ്മൾ ലെങ്താണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്കിപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് വേണ്ടത് 28 ഇഞ്ചാണ്. അതിൻ്റെ കൂട്ടത്തിൽ ബോട്ടം മടക്കി തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് 29 ഇഞ്ച് ഈ ഒരു താഴ്വശത്ത് നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തെടുക്കുകയാണ്. ഇനി ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എത്രയാണോ ഷോൾഡർ എടുക്കുന്നത് അതിൽ നിന്നും 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം നമ്മളിത് വള്ളി ഉപയോഗിച്ച് മുകളിലേക്ക് കെട്ടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ഷോൾഡർ എടുക്കുന്നത് 5 ഇഞ്ചാണ്. ഇപ്പോൾ ഈ ഒരു സമ്മർ ഫ്രോക്കിലേക്ക് അതിൽ നിന്നും 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 4 ഇഞ്ച് ഇങ്ങോട്ടത്തേക്കൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു 4 ഇഞ്ച് താഴ്വശത്തേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ആം ഹോൾ ലെങ്ത് ആണ്. അപ്പോൾ ആം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി ചെയ്യാണ്ട് നമ്മുടെ ആം ഹോൾ ലെങ്ത് എത്രയാണോ അതിൻ്റെ 1/3 ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ആം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ ആം ഹോൾ ലെങ്ത് വേണ്ടത് 5 ഇഞ്ചാണ്. അതിൻ്റെ 1/3 എന്ന് പറയുമ്പോൾ 1.6 ഇഞ്ചസ് ആണ് കിട്ടുന്നത്. ആ ഒരു 1.6 ഇഞ്ചസിനെ ഞാൻ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് മുകളിലേക്കാക്കി വെക്കുന്നുണ്ട്. ശേഷം അവിടെ നിന്ന് താഴത്തേക്ക് എവിടെയാണോ ആം ഹോൾ ലെങ്ത് 5 ഇഞ്ച് കിട്ടുന്നത് ആ ഒരു ഭാഗത്തേക്ക് ഒരു പോയിന്റ് കൊടുക്കുന്നുണ്ട്. ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് അടുത്ത വശത്തേക്ക് മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ചെസ്റ്റ് വിഡ്ത്ത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തത് വൈസ് ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. വൈസ് ലെങ്ത് മാർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത മാതിരി തന്നെ ആ ഒരു 1.6 ഇഞ്ച് മുകളിലേക്ക് വെച്ച ശേഷം അവിടെ നിന്ന് താഴത്തേക്കാണ് വൈസ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ഞാൻ 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് ഞാനിപ്പോൾ വൈസ് വിഡ്ത്ത് എത്രയാണെന്നുള്ളത് മാർക്ക് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ഈ ഒരു വൈസ് ലെങ്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇലാസ്റ്റിക് കൊടുത്തിട്ടാണ് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാത്തത്. അപ്പോൾ അടുത്ത നമുക്കിനി ബോട്ടം വിഡ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടം വിഡ്ത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു തുണിയൊന്ന് മടക്കിയിട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയൊരു ഫ്ലെയർ മാത്രമാണ് നമുക്ക് ബോട്ടത്തിലേക്ക് വരുന്നത്. അത് അത്രയും തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റിൽ നിന്നും നമ്മുടെ ബോട്ടം വിഡ്ത്തിലേക്ക് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു എയർലൈൻ ഫ്രോക്ക് എങ്ങനെയാണോ വരയ്ക്കുന്നത് ആ ഒരു രീതിയിൽ താഴത്തേക്കൊന്ന് സ്ലോപ്പ് ചെയ്ത് വരയ്ക്കുകയാണ്. എന്നിട്ട് ഈ ഒരു അടിവശം കർവ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ആ ഒരു ഭാഗം ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കുകയാണ്. അപ്പോൾ അത് ഇത്രയും ഇങ്ങനെ ഒന്ന് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും നെക്കിൻ്റെ ഭാഗത്തേക്ക് 1/2 ഇഞ്ച് കുഴിവ് കൊടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ആം ഹോളും കൂടി ഒന്ന് കർവ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത മാതിരി തന്നെ ആ ഒരു 1.6 ഇഞ്ച് കിട്ടിയിട്ടില്ലേ, ആ ഒരു 1.6 ഇഞ്ചിനെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് മുകളിലേക്ക് വെച്ചിട്ട് നമ്മുടെ ആം ഹോൾ ലെങ്ത് 5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പോയിൻറ്റിനെയും നമ്മുടെ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിൻറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആം ഹോൾ ഒന്ന് കർവ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സെൻറ്റർ പോയിൻറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നില്ലേ അതിൽ നിന്നും ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കർവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെറിയ കുട്ടിക്കായതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു 1/4 ഇഞ്ച് ആം ഹോൾ കുഴിച്ച് മാർക്ക് ചെയ്തെടുക്കുന്നത്. മുതിർന്നവരാണെങ്കിൽ നമ്മൾ സാധാരണ 1/2 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സമ്മർ ഫ്രോക്കിൻ്റെ ഫുൾ മാർക്കിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ഫ്രോക്കിങ്ങിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു ഫ്രോക്കിൽ നിന്നും ബാക്ക് പാർട്ടിനെ ഒന്ന് മാറ്റിയ ശേഷം ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഒരു നോച്ച് കൊടുത്തെടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പം മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ ഫുൾ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെയും ആം ഹോളിൻ്റെ ഭാഗം
ഫിനിഷ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് കട്ട് ചെയ്ത ശേഷം ബാക്കി വന്നിട്ടുള്ളത് ഇത്രയും ഒരു ഭാഗത്ത് നിന്നും ക്രോസ് പീസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ 1.25 ഇഞ്ച് വീതിയിൽ നമ്മൾ ക്രോസ് പീസും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്തേക്കും നെക്കിൻ്റെ ഭാഗത്തേക്കും ഫ്രില്ല് പോലെയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഫ്രില്ലിൻ്റെ പോർഷനും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് 1.5 മീറ്റർ ഫാബ്രിക്സാണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത്. അതിൽ 1 മീറ്ററാണ് നമുക്ക് ആ ഒരു ബോഡി പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ആവശ്യമുണ്ടായിരുന്നത്. ബാക്കി 1/2 മീറ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഫ്രില്ലിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ള 1/2 മീറ്റർ ഫാബ്രിക്സിനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിലേക്ക് എങ്ങനെയാണ് നമുക്ക് ഫ്രില്ലിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് ഫ്രില്ല് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു പീസിനെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു തുണിയുടെ സെൻറ്റർ എവിടെയാണെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് നമുക്ക് ആ ഒരു മിഡ് പോയിൻറ്റ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു മിഡ് പോയിൻറ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫ്രില്ലിൻ്റെ ലെങ്ത് വേണ്ടത് 3 ഇഞ്ചാണ്. അതിൻ്റെ ഒപ്പം 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് 4 ഇഞ്ചിൽ വേണം നമുക്ക് ഫ്രില്ലൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സെൻറ്റർ പോയിൻറ്റിലേക്ക് ടേപ്പ് വെച്ചിട്ട് ആ ഒരു 4 ഇഞ്ച് ഈ ഒരു ചുറ്റും ഞാനൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം വരെയും ആ ഒരു 4 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പോയിൻറ്റുകളെ തമ്മിൽ കണക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ അതിനെ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം വരെയും ഒന്ന് കർവ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം എത്തുമ്പോൾ ഇവിടെ നിന്നും സെൻറ്ററിലേക്ക് ഇങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഈ ഒരു സെൻറ്ററിൽ നിന്നും 4 ഇഞ്ച് ചുറ്റും ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് അതിനെ ഒന്ന് കണക്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അടുത്തത് ഈ ഒരു സെൻറ്ററിലേക്ക് ഈ ഒരു ലൈൻ കൊടുത്തിട്ടില്ലേ, അവിടെ നിന്നും 4 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു ഔട്ടർ ലൈൻ എവിടെയാണോ വരുന്നത് അവിടെ നിന്നും 4 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത് പോവുകയാണ്. അതിനുശേഷം ആ ഒരു പോയിൻറ്റുകളെ തമ്മിൽ കണക്റ്റ് ചെയ്തുകൊണ്ട് ഇതിനിങ്ങനെ ഒരു സർക്കിളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന മാതിരി ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മാക്സിമം 4 ഇഞ്ച് കിട്ടുന്ന ഭാഗം വരെയും നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം അതിനൊന്ന് കർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ലൈനിൽ കൂടി നമ്മളിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സെൻറ്റർ വരെയും നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഈ ഒരു സെൻറ്ററിൽ നിന്നും ഈ കാണുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സെൻറ്റർ പോർഷനെ ഒന്ന് ഒഴിവാക്കിയ ശേഷം ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് പീസിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രില്ല് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം മെത്തേഡിൽ ബാക്ക് പാർട്ടിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്ലോത്തിൽ നിന്നും ഫ്രില്ലിന് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫ്രില്ലിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ആദ്യം തന്നെ ഒരുമിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രം സെപ്പറേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. നമുക്കിത് ഒരുമിച്ച് ചെയ്യുന്നത് തന്നെയാണ് എളുപ്പം. അപ്പോൾ നമ്മുടെ ഈ ഒരു സമ്മർ ഫ്രോക്കിൻ്റെ ഫുൾ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ബൈ.